മുഖ്യമന്ത്രി ചർച്ചകൾ ഇപ്പോൾ വേണ്ടെന്ന എ.കെ. ആന്റണിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി കെ മുരളീധരൻ 2026 ആരും അജണ്ടയാക്കിയിട്ടില്ല. 2025 അജണ്ട. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഫോക്കസ് എന്നും മുരളീധരൻ പറഞ്ഞു. അൻവറിന് മുന്നിൽ കോൺഗ്രസ് വാതിൽ കുട്ടി അടച്ചിട്ടില്ല. മുന്നണിയുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. അല്ല, ഞങ്ങൾ 2025 തന്നെയാണ് ഞങ്ങളുടെ അജണ്ട. ഞാൻ ആദ്യം തന്നെ പറഞ്ഞാണ് ലോക്കൽ ബോഡി ജയിക്കുക എന്നുള്ളതിനാണ് ഞങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി. മറ്റേ കാര്യങ്ങളൊക്കെ അതിന് ശേഷമേ ആലോചിക്കുള്ളൂ. പാർട്ടിയുടെ പ്രയോറിറ്റി 2025 ലോക്കൽ ബോഡി ജയിച്ചു കഴിഞ്ഞാൽ പകുതി ജോലി കഴിഞ്ഞു. അതുകൊണ്ട് അതിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ലോക്കൽ ബോഡിയുടെ പ്രവർത്തനങ്ങൾക്കുള്ള യോഗങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ യോഗം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അത് പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ ആരുടെ മുമ്പിലും വാതിൽ കൊട്ടിയടക്കില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും പാർട്ടിയിൽ ആലോചിക്കേണ്ടതുണ്ട്. റഹീസ് റഷീദ് നമുക്കൊപ്പം എത്തുന്നു. റഹീസ് റഷീദ്, കെ മുരളീധരൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? രമേശ് ചെന്നിത്തലയെ മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നു. കെ മുരളീധരനും പേരുകൾ ഉയർന്നു വരണമെന്ന ആഗ്രഹമുള്ള ഒരാളായി നേരത്തെ പലരും പറഞ്ഞു കേട്ടിരുന്നു. ഇപ്പോൾ ഈ പ്രസ്താവനയുടെ കെ മുരളീധരൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിൻ്റെ അകത്തെ ഒരു പ്രത്യേകത, മുതിർന്ന കോൺഗ്രസ് നേതാവായ എ.കെ. ആന്റണി ഏതെങ്കിലും വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിനെതിരായി ഒരു അഭിപ്രായം പറയുന്ന ഒരു രീതി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ആരിൽ നിന്നും തന്നെ കാണുന്ന ഒരു പതിവ് മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ ചോദിച്ചത് എ.കെ. ആന്റണി ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം ആരാണ് 2026 ഫോക്കസ് ചെയ്യുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം 2025 തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. 2026 ആരും ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിലൂടെ എ.കെ. ആന്റണി 2026 ഫോക്കസ് ചെയ്യുന്നു എന്ന് എ.കെ. ആന്റണി ഇന്നലെ പറഞ്ഞു. അങ്ങനെ ആരും ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് എ.കെ. ആന്റണി പറഞ്ഞതിന് ഒരു മറുപടി നൽകുകയാണ് അദ്ദേഹം ചെയ്തത്. എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ ഇന്ന് TDFിൻ്റെ പരിപാടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത്. ഇതിനു മുമ്പ് തിരുവനന്തപുരം ജില്ലയിലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഫോക്കസ് ചെയ്യുന്നത് 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ്. അത് കിട്ടിക്കഴിഞ്ഞാലാണ് 2026 പോവുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എ.കെ. ആന്റണിക്കുള്ള ഒരു മറുപടിയായി അതിനെ കണക്കാക്കാം. PV അൻവറിന് മുന്നിൽ വാതിൽ കൊട്ടിയടച്ചിട്ടില്ല എന്നും കെ മുരളീധരൻ പറയുന്നുണ്ട്. അതായത് ചർച്ചകൾ നടത്തി അൻവറിനെ UDF എത്തിക്കണം, അതിന് കോൺഗ്രസ് ഒരിക്കലും തടസ്സം നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു ധ്വനി കൂടിയില്ലേ അതിൽ, റഹീസ്? തീർച്ചയായും അൻവറിന് അനുകൂലമായാണ് കെ മുരളീധരൻ്റെ വാക്കുകൾ നമ്മൾ വായിച്ചെടുത്താൽ മനസ്സിലാവുക. അൻവറിനെ UDF എടുക്കുന്നതിൽ എന്താണ് അഭിപ്രായമെന്ന് ചോദിച്ചപ്പോഴാണ് അക്കാര്യം പാർട്ടിയും മുന്നണിയും തീരുമാനിക്കും. ആ സമയത്ത് VD സതീശനും രാഹുൽ ഗാന്ധിക്കുമെതിരെ പ്രസ്താവന നടത്തിയിട്ടുണ്ടല്ലോ അൻവർ. ആ അൻവറിനെ എടുത്താൽ പ്രവർത്തകരെതിരായില്ലേ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഇതിനു മുമ്പ് അൻവർ എനിക്കെതിരെയും പരാമർശം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു നിയമസഭാ സമ്മേളന സമയത്ത് ആഫ്രിക്കയിലേക്ക് പോയി നിലമ്പൂർ MLA പോയി നിൽക്കുന്നതിനെതിരെ ഞാൻ നിയമസഭയിൽ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിനെതിരെ നിയമസഭയ്ക്ക് പുറത്ത് ഒരു കാര്യം പറഞ്ഞപ്പോൾ അൻവർ എന്നെയും കടന്നാക്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് മറ്റ് ചേരിയിൽ നിൽക്കുമ്പോഴാണ് അത്തരം കാര്യങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞ് അൻവർ രാഹുൽ ഗാന്ധിക്കെതിരെയും VD സതീശനെതിരെയും പറഞ്ഞതുകൂടി ന്യായീകരിക്കുകയാണ് കെ മുരളീധരൻ ചെയ്തത്.